ശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയാണ് പ്രശ്നം. ഇവിടെ നമ്മൾ പറയുന്ന വാർത്ത മത്തായി ഈപ്പൻ, അദ്ദേഹത്തിൻ്റെ മകൻ നിഖിലിൻ്റെ ഭാര്യ അനു, അവരുടെ വിവാഹം ഈയിടെയായിരുന്നു നടന്നിരുന്നത്. അനുവിൻ്റെ അച്ഛൻ ബിജു. അപ്പോൾ മത്തായി ഈപ്പനും ബിജുവും കൂടി നിഖിലും അനുവും മലേഷ്യയിലെ അവരുടെ ടൂറ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവരെ വിളിക്കാനായി പോയതാണ്. മത്തായി ഈപ്പനും ബിജുവും സ്വന്തം മക്കളെ വിളിക്കാൻ പോയതാണ് അവർ കാറിന്. ആ മക്കളുമായി തിരികെ വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഏകദേശം 5 കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രേക്ഷക ഉഷാ നെല്ലൂരൊക്കെ പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ ആ കാറിൽ ഇനി ആരുമില്ല. അത്ര വലിയ ദുരന്തമാണ് സംഭവിച്ചത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാൻ ആ കാറിൽ ആരും അവശേഷിക്കുന്നില്ല. 4 പേർ ആ കാറിലുണ്ടായിരുന്നു. 4 പേരും, ഒരു കുടുംബത്തിലെ 4 പേരും ഒന്നിച്ച് മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഉറങ്ങിപ്പോയതാകാം എന്നൊക്കെയുള്ളത് സംശയങ്ങൾ മാത്രമാണ്, ചില നിഗമനങ്ങൾ മാത്രമാണ്. എന്തായാലും ഇനി പരിശോധനകൾ നടത്തിയേ മതിയാവുകയുള്ളൂ. ഏത് രീതിയിലാണ് ഈ കാറ്, നേരത്തെ ഒരു പ്രദേശവാസി പറഞ്ഞതാണെങ്കിൽ ഈ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറി എന്നുള്ളതാണ്. പക്ഷെ അതിനെല്ലാം ഇനി തുടർന്നുള്ള പരിശോധനകൾ അനിവാര്യമാണ്. ആ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അറിയാൻ സാധിക്കും. എന്തായാലും മിഥുൻ, മനസ്സിനെ നടുക്കുന്ന, നാടിനെ നടുക്കുന്ന ഒരു ദുരന്തം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ബന്ധു സൂചിപ്പിച്ചതുപോലെ അവർ ജീവിച്ച് തുടങ്ങിയതേയുള്ളൂ, അപ്പോഴേക്കും അവരുടെ ജീവൻ കവർന്ന് എടുക്കുന്ന തരത്തിലേക്ക് മരണം എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും വീട്ടിലെ സാഹചര്യം അതാണ് ഇനി അടുത്തറിയേണ്ടത്. കാരണം അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന 2 കുടുംബങ്ങളുണ്ട്. ക്രിസ്മസ് വരുന്ന വേളയിൽ അതൊക്കെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നിരിക്കണം അവരൊക്കെ. അങ്ങനെ തന്നെ ആവണം. ക്രൈസ്തവ കുടുംബമാണ്, അവർക്ക് വലിയ ആഘോഷമാണ് ക്രിസ്മസ്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഒന്നിച്ച് ആഘോഷിക്കാനായിരിക്കാം അവർ അങ്ങോട്ടേക്ക് എത്തിയത്. വിവാഹം കഴിഞ്ഞ് 1 മാസം പോലും ആകുന്നില്ല. അവർ മലേഷ്യയിലെ അവരുടെ ടൂറെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക്, സ്വന്തം അച്ഛന്മാരാണ് കൂടെ ഉണ്ടായിരുന്നത്, അവർക്കൊപ്പം അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയാണ് ഈ പുലർച്ചെ. അപ്പോഴാണ് ഈ അപകടം. മിഥുൻ മുരളി. വിനോദ് പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ആവർത്തിച്ച് പറഞ്ഞതുപോലെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോകുന്ന കുടുംബമായിരുന്നു, സന്തോഷകരമായ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ദമ്പതികളായിരുന്നു. മലേഷ്യയിലെ ടൂർ മധുവിധു കഴിഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് മടങ്ങി വന്ന ദമ്പതികളായിരുന്നു. അവരുടെ ജീവിതം തുടങ്ങുന്നതേയുള്ളായിരുന്നു. നേരത്തെ അവരുടെ ബന്ധു പ്രതികരിച്ചതുപോലെ തന്നെ ജീവിതം ആരംഭിച്ച ദമ്പതികളായിരുന്നു. എന്തായാലും നവംബർ 30-നായിരുന്നു അവരുടെ വിവാഹം നടന്നത്. 2 ആഴ്ച മാത്രം പിന്നിടുന്നു. അതിനിടയിൽ അവർക്ക് അവരുടെ ജീവിതം നഷ്ടമാവുകയും ചെയ്തു. ദാരുണമായിട്ടുള്ള സംഭവം പുലർക്കാലത്ത് കേൾക്കുന്നത് അതിദാരുണമായിട്ടുള്ള സംഭവം ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാവുന്നതിലും എത്രയോ വലിപ്പത്തിലുള്ളതാണ് ആ അപകടം, ആ ആഘാതം എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മുൻ സീറ്റിൽ ഉണ്ടായിരുന്ന 2 ആളുകളെ എത്രത്തോളം പണിപ്പെട്ടാണ് പുറത്തേക്ക് എത്തിച്ചത് എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ, ഇപ്പോൾ ഉള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. മുൻഭാഗത്തെ ഡോറ് പൂർണ്ണമായിട്ടും സ്റ്റക്കായിട്ട് നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇവരുടെ പുറത്തെടുക്കാൻ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള തീവ്ര ശ്രമം തന്നെ വേണ്ടി വന്നു. വലിയ മെഷീനുകളൊക്കെ കൊണ്ടാണ് ഈ ഡോറ് വെട്ടിത്തുറന്ന് ഇവരെ പുറത്തെടുത്തത്. എത്ര ആളുകൾ ഇതിനുള്ളിൽ ഉണ്ടാകും എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പിന്നീട് ഈ ഡോറ് പൊട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ അനുവിന് മാത്രമായിരുന്നു നേരിയ ശ്വാസമുണ്ടായിരുന്നത്, നേരിയ ജീവൻ ഉണ്ടായിരുന്നത്. അനുവിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ അപ്പോഴത്തെ ഏറ്റവും വലിയ തീവ്ര ശ്രമം. അതിനുവേണ്ടി കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും അനുവിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതിനിടയിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. 3 പേരുടെയും ജീവൻ തൽക്ഷണം തന്നെ മരിച്ചു. 3 പേർക്കും തൽക്ഷണം തന്നെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പ്രദേശവാസികൾ, ദൃക്സാക്ഷികൾ പറയുന്നത്. അനുവിന് ജീവൻ ഉണ്ടായിരുന്നു. ഒരാളുടെയെങ്കിലും ജീവൻ തിരികെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള ഒരു തീവ്ര ശ്രമമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുള്ള കഠിന ശ്രമം തന്നെ അവർ നടത്തി. വളരെ വേഗത്തിൽ തന്നെ ഈ വാഹനം വെട്ടിപ്പൊളിച്ച് അനുവിനെയൊക്കെ പുറത്തിറക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനുവേണ്ടി മെഷീനുകൾ വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തിച്ചു. ആംബുലൻസ് വളരെ വേഗത്തിൽ സജ്ജീകരിച്ചുകൊണ്ട് നാട്ടുകാരുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ തന്നെ ആ ജീവൻ, വിലപ്പെട്ട ജീവൻ തിരികെ കൊണ്ടുവരാൻ, ഇനിയൊരു ജീവൻ ഈ റോഡ് അപകടത്തിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള അപകട വാർത്ത വീണ്ടും ഉണ്ടാകുന്നത്. ഒരു പ്രഭാതം കൂടി ഇത്തരത്തിലുള്ള അപകട വാർത്ത കേട്ടുകൊണ്ട് മലയാളികൾക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ രാത്രികൾ ഉറങ്ങിയത് ഈ അപകട വാർത്തകളുടെ, നിരന്തരമായിട്ടുള്ള അപകട വാർത്തകളുടെ, പാലക്കാട് സംഭവിച്ച ആ കുഞ്ഞുങ്ങളുടെ ദാരുണമായിട്ടുള്ള സംഭവത്തിൻ്റെയൊക്കെ ആ ദാരുണമായ സംഭവമൊക്കെ കേട്ടുകൊണ്ടുള്ള ദുഃഖാർദ്രമായിട്ടുള്ള രാത്രികളായിരുന്നു കഴിഞ്ഞ രാത്രികളൊക്കെ ആയിരുന്നുവെങ്കിൽ മലയാളികൾക്ക് വീണ്ടും
ആവർത്തിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു പുലരി തന്നെ വീണ്ടും ഉണ്ടാകുന്നു. ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കേട്ടുകൊണ്ട്, സമാനമായിട്ടുള്ള അപകട വാർത്ത കേട്ടുകൊണ്ട്, റോഡ് അപകടത്തിന്റെ വാർത്ത കേട്ടുകൊണ്ട് ഉറക്കം എഴുന്നേൽക്കേണ്ട സാഹചര്യം മലയാളികൾക്ക് വീണ്ടും ഉണ്ടാകുന്നു. എന്തായാലും ദാരുണമായിട്ടുള്ള, അതിദാരുണമായിട്ടുള്ള വലിയ ആഘാതത്തോടു കൂടിയുള്ള അപകടം എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ജനം ടി വിയിൽ കൂടി നമ്മുടെ പ്രേക്ഷകർ കാണുകയാണ്. അത് വാക്കുകൾക്ക് അതീതമാണ്. ഇതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.